ഞാനിന്ന് അല്പനേരം നിങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ പോകുന്നത് ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്നും ഏകാന്തതയെ പറിച്ചു കളയുന്ന പ്രകാശം നൽകുന്ന ഒരു ദിവ്യ ബന്ധമുണ്ട്. അതെ, സൗഹൃദം. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ബന്ധങ്ങളിൽ ഒന്നാണ് സൗഹൃദം. കുടുംബങ്ങൾ നമ്മെ ജനിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുമ്പോൾ സൗഹൃദം നമ്മൾ ഉള്ളു നിറയ്ക്കുന്നു. സൗഹൃദം എന്ന് പറയുന്നത് വെറും ഒരു കൂട്ടിരിപ്പ് മാത്രമല്ല, മറിച്ച് നമ്മുടെ മനസ്സിന്റെ ആഴത്തിലുള്ള ഒരു വിശ്വാസമാണ്. സുഹൃത്ത് മുന്നിലിരിക്കുമ്പോൾ നമ്മുടെ വാക്കുകളെക്കാൾ സംസാരിക്കുന്നത് പലപ്പോഴും നമ്മുടെ മൗനമാണ്. അല്ലേ അല്ലേ പലപ്പോഴും നമ്മുടെ മൗനമായിരിക്കും സംസാരിക്കുക. സുഹൃത്ത് മുന്നിലിരിക്കുമ്പോൾ നമ്മളുടെ മൗനത്തിലൂടെ നമുക്ക് പല വാക്കുകളും സംസാരിക്കാൻ കഴിയും. ഒരുമിച്ച് ചിരിക്കുമ്പോഴും കരയുമ്പോഴും അങ്ങനെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും സുഹൃത്ത് നമുക്ക് കരുത്തേകിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു 2 സുഹൃത്തുക്കളുടെ ഒരു കൊച്ചു കഥ പറഞ്ഞുതരാം. 2 പേർ, ഒരു ആശുപത്രിയിൽ കിടക്കുന്ന 2 രോഗികൾ. ഒരാൾ ശരീരം മുഴുവനും തളർന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് കഴുത്ത് പോലും ചലിപ്പിക്കാനാവുന്നില്ല. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വേദന കൊണ്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി കരയും. അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് ജനാലിനരികിൽ കിടക്കുന്ന ക്യാൻസർ ബാധിച്ച ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഇയാളിങ്ങനെ വേദന കൊണ്ട് പൊട്ടിക്കരയുന്ന സമയത്ത് ജനാലിന്റെ അപ്പുറത്തുള്ള കാഴ്ചകൾ ഒരു കഥ പോലെ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കും. ജനാലിന്റെ അപ്പുറത്തുള്ള മരത്തെക്കുറിച്ചും മരത്തിലെ ചില്ലകളെ കുറിച്ചും ചില്ലകളിൽ വന്നിരിക്കുന്ന പക്ഷികളെ കുറിച്ചും പുറത്തുള്ള മനുഷ്യന്മാരെ കുറിച്ചും അവരുടെ സൗന്ദര്യത്തെക്കുറിച്ചും ഒരു മനോഹരമായ കഥ പോലെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഈ കഥ കേട്ട് ഇദ്ദേഹം തൻ്റെ വേദന മെല്ലെ മറന്നുപോകും. ഇങ്ങനെ ഒരു രാത്രി 2 പേരും കഥ പറഞ്ഞ് കിടന്നതായിരുന്നു. അന്ന് രാത്രി ആ ക്യാൻസർ ബാധിച്ച ചെറുപ്പക്കാരൻ മരിച്ചു. എപ്പോഴും വേദന കൊണ്ട് കരയുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി അദ്ദേഹം അന്ന് കരഞ്ഞു. പിറ്റേ ദിവസം നേഴ്സിനോട് അദ്ദേഹം പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ ചങ്ങാതി മരിച്ചു. അദ്ദേഹം കിടന്നിരുന്ന ആ ജനാലിൻ്റെ അരികിലേക്ക് നിങ്ങൾ എന്നെ കൊണ്ടുപോകും. അങ്ങനെ ആ ജനാലിനരികിലേക്ക് നേഴ്സ് അദ്ദേഹത്തിനെ കടത്തി. അങ്ങനെ മാസങ്ങൾക്കിടയിലുള്ള ചികിത്സയ്ക്ക് ശേഷം ഇദ്ദേഹം പതുക്കെ കഴുത്തനക്കി തുടങ്ങി. കഴുത്തനക്കാൻ പറ്റുന്ന ആ നിമിഷത്തിൽ അദ്ദേഹം ശ്രദ്ധിച്ചത് ജനാലിനപ്പുറത്തേക്കുള്ള തൻ്റെ സുഹൃത്ത് പറഞ്ഞ കഥകളിലേക്കുള്ള കാഴ്ചകളെ കാണാനാണ്. പക്ഷേ ജനാലിനപ്പുറത്ത് ഒരു കാഴ്ചയും അദ്ദേഹം കണ്ടില്ല, വെറും മതില് മാത്രം. അപ്പോൾ അദ്ദേഹം നേഴ്സിനോട് ചോദിക്കുന്നു, എൻ്റെ സുഹൃത്ത് പറഞ്ഞ കഥകളിലെ കാഴ്ചകൾ എവിടെ? അപ്പോൾ നേഴ്സ് മറുപടിയായി പറയുകയാണ്, തങ്ങളുടെ സുഹൃത്ത് ഒരു കാഴ്ചയും കണ്ടിട്ടില്ല. ആ കാഴ്ച എന്ന് മാത്രമല്ല, ഈ ലോകമേ അദ്ദേഹം കണ്ടിട്ടില്ല. കാരണം അദ്ദേഹം ഒരു കണ്ണ് കാണാത്ത മനുഷ്യനായിരുന്നു. പക്ഷെ അതിനു പുറമെ ആ നേഴ്സ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, താങ്കൾ ഒരു ഭാഗ്യവാനാണ്. താങ്കൾക്ക് വേദന എന്ന് കരയുമ്പോഴേക്കും കഥകളുടെ മൈപ്പേല് കൊണ്ട് താങ്കളെ ചിരിപ്പിക്കാൻ ഒരു ചങ്ങാതിയെ കിട്ടിയില്ലേ? താങ്കൾ കുട്ടികൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഉമ്മ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെ അങ്ങക്ക് വേദന വരുമ്പോൾ മുറിവിൽ മരുന്നൊപ്പാൻ കഥകളുമായി വരുന്ന ഒരു ചങ്ങാതി അങ്ങക്ക് കിട്ടിയില്ലേ? ചില ചങ്ങാതിമാർ അങ്ങനെയാണ്, ഭക്ഷണത്തെ പോലെ എത്ര കിട്ടിയാലും നമുക്ക് മതിയാവില്ല. നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ചാലും ഉച്ചയ്ക്കാവുമ്പോഴത്തേക്കും നമുക്ക് വിശക്കാറില്ലേ? ഇല്ലേ? അങ്ങനെ എത്ര കിട്ടിയാലും മതിയാവാത്ത പോലെ ചില ചങ്ങാതിമാർ നമുക്ക് അന്നമായി മാറും. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് നൽകാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ സമ്മാനം എന്ന് പറയുന്നത് അത് സൗഹൃദമാണ്. അങ്ങനെ മലയാളത്തിന്റെ പ്രിയ കവി ബാലചന്ദ്ര ചുട്ടിക്കാട് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകളിലൊക്കെ ഒരു കവിയെ പറ്റി ഇങ്ങനെ പറയും, സുഹൃത്തായി വിശേഷിപ്പിച്ചിട്ട് വിജയലക്ഷ്മി. പക്ഷെ യഥാർത്ഥത്തിൽ വിജയലക്ഷ്മി അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു. അപ്പോൾ ഇന്റർവ്യൂർ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, അങ്ങയുടെ ഭാര്യയല്ലേ അങ്ങ് സുഹൃത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത്? അങ്ങനെ ആരും വിശേഷിപ്പിക്കുന്നത് കേട്ടിട്ടില്ലല്ലോ. അപ്പൊ അദ്ദേഹം തിരിച്ചു പറയുന്ന മറുപടി ഇതാണ്, ഏതൊരു നല്ല ബന്ധത്തിന്റെയും അടിസ്ഥാനം അത് നല്ല സൗഹൃദമാണ്. ഏതൊരു ബന്ധം മനോഹരമാണെങ്കിലും അത് സൗഹൃദം കലർന്നു ചേർന്നതിനുണ്ട്. സൗഹൃദം എന്ന് പറയുന്നത് ഞാൻ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിന്നോടൊപ്പം ഉണ്ടാവുമെന്ന് ഒരു മൗന പ്രതിജ്ഞയാണ്. ഇതിന് സാക്ഷികൾ വേണ്ട, കാണികൾ വേണ്ട, ഒരു രേഖകളും ഒന്നും വേണ്ട, ഒരു ചടങ്ങുകളില്ലാത്ത ഒരു മനോഹരമായ മൗന പ്രതിജ്ഞ. സത്യത്തിൽ സൗഹൃദം എന്ന് പറയുന്നത് ഒരു ആത്മസമർപ്പണമാണ്. മുറുകെ പിടിക്കും തോറും ഇമ്പവും മനോഹരതയും കൂടുന്ന ഒരു മനോഹരമായ ബന്ധം, അതാണ് സൗഹൃദം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമുക്കും ഇതേപോലെ മനോഹരമായ സൗഹൃദങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.